സജിയേട്ടാ പേടിക്കാനൊന്നുമില്ല, ഞാൻ പറയുന്നവരങ്ങ് ചെയ്താ മതി. വന്നില്ലേ? പേടിക്കാനൊന്നുമില്ല. ആ ഇവിടെ എല്ലാരും പാവാ. അഭിഷ്ടം കണ്ടിട്ടാണ് പേടിക്കണ്ട. അഭിഷ്ടം പാവാ. ഒരു ഹായ്. ഞാൻ മാത്രല്ല, തോമസ് സാറൊക്കെ പാവാ, അറിയാമോ? ഹായ് കൊടുത്തേ. ഹായ്. ഇപ്പൊ ടെൻഷൻ മാറിയോ? ചേച്ചി ഒന്നും ടെൻഷനൊക്കെ ഒന്ന് മാറ്റി കൊടുക്ക്. ഞാൻ ടെൻഷൻ മാറ്റി കൊടുക്കണോ? ഞാൻ വന്നേ ടെൻഷൻ കൂടുവോ? ഇല്ല ഇല്ല ഇല്ല. ഉറപ്പാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടുത്തെ എല്ലാരും നമുക്ക് അറിയുന്നവരാ, ഇവരൊക്കെ പാവാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. എന്തിനാ കള്ളം പറയുന്നേ? കള്ളം പറയുന്നത് എന്തിനാ മോള്? ഞാൻ കള്ളം പറയുന്ന ഞാൻ ഭയങ്കര സാധനമല്ലേ. ആരാ ഇരിക്കുന്നറിയോ? ഇന്നാളൊരു ചെറിയ കുട്ടിയുടെ ചെവി തിന്നു. ആ ചെവി വിശന്ന ചായയുടെ കൂടെ ഒരു ചെവിയെ തിന്നുന്നത്. ഒരു കുട്ടിയെ ഞാൻ കൊമ്പ് കൊണ്ട് കുത്തി മറിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വെറുതെ എല്ലാരും പാവാന്ന് പറഞ്ഞ മോൾ എങ്ങനെ ശരിയാവും? ഞാനിപ്പോ വാലെ ചുഴറ്റി എടുത്ത് ഇങ്ങനെ കറക്കി കാണിച്ചു. അയ്യോ ഒരു മിനിറ്റ്, പാവത്തിനെ ഇനി പേടിപ്പിക്കല്ലേ പ്ലീസ്. ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി പേടിപ്പിക്കല്ലേന്ന് പറ. പേടിപ്പിക്കല്ലേ. ഇതൊക്കെ ശരി. വന്ന് നിൽക്കുന്ന ആളെ എന്തൊക്കെ ഒന്ന് ചോദിക്കാമോ? പുള്ളിക്കാരൻ 2 മിനിറ്റ് കഴിഞ്ഞവര് ഹയ്യാ മാച്ചാന്ന് പറഞ്ഞു. ഹായ് അളിയാ. എന്നോണ്ട് വീട്, എന്നോണ്ട് പേരുന്നു, എന്നോണ്ട് വിശേഷം ആണോ? കയ്യങ്ങ് വിട്ട്, എനിക്ക് ഭർത്താവുള്ള വിട്ടു. ഓക്കെ, പേര് സജികുമാർ. സജികുമാർ. ഇതിപ്പോ ആർക്കാണ് പേടി? അവനോട് ആദ്യം പറഞ്ഞ കൗണ്ടർ അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നവനെ പിടിച്ച് കൈ കൊടുത്തിട്ട് അപ്പൊ തന്നെ കൈ വിടാൻ പറയാതൊന്നുമല്ല. മോനെ എവിടെ വീട്? വീട് തട്ടത്തുമല, തിരുവനന്തപുരം ജില്ലയാണ്. കിളിമാനൂർ അടുത്തായിട്ട് വരും. എനിക്കറിയാം, തട്ടത്തുമല കേട്ടിട്ടത്. നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഇലക്ട്രീഷ്യനാണ്. അപ്പൊ ഇവിടെ വന്നേക്കുന്നത് ഇവിടെ ഒന്ന് മിമിക്രി ആയിട്ടാണ് വന്നേക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, എന്ത് ചെയ്യുന്നുള്ളത് അല്ലേ? അതാണ് പോയിന്റ്. നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് പോവാൻ എന്ത് ചെയ്യുന്ന. മിമിക്രി എന്ന് പറയുമ്പോൾ സൗണ്ടുകളാണ് എടുക്കുന്നത്. സിനിമാ നടന്മാരുടേതാണോ? വോയിസ് ആണ്. നമുക്കപ്പോ ഓരോന്നോരോന്നായിട്ട് കേൾക്കാം. നമുക്ക് ഞെട്ടണം ഞങ്ങളെല്ലാരും. ഓക്കെ, തുടങ്ങാം. ശരി. നമ്മുടെ മിമിക്രി താരവും സിനിമാ താരം കൂടിയൊക്കെ കലാഭവൻ പ്രചോദേട്ടൻ. പ്രചോദേട്ടൻ അപ്പം ഈ വേദി വരെയാണ് ലൈവായിട്ട് സംസാരിക്കാം. അല്ല മോനെ, എല്ലാവർക്കും ഒരു ബിഗ് സാല്യൂട്ട് ആണ്. കാരണം എന്നും നിങ്ങളൊക്കെ നമ്മളെ കോരി തെറിപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ എന്നും അന്തം വിട്ട്, ഞാനൊക്കെ എന്നും അന്തം വിട്ട് ഈ പിള്ളേരുടെ പെർഫോമൻസ് ഒക്കെ കാണുന്നു എന്നുള്ളതാണ്. മോനെ, ഒരിക്കൽ കൂടി ഒരു ബിഗ് സാല്യൂട്ട് നൽകാം. സൂപ്പറായി കിടക്കി. അപ്പൊ അടുത്ത ഇനി ഓരോന്നോരോന്നായിട്ട് വരട്ടെ. നെക്സ്റ്റ് ആരുടെ സൗണ്ട് ആണ് കേൾക്കാൻ പറ്റുന്നത്? പ്രചോദേട്ടൻ ഇടയ്ക്ക് അധികം ഒരു മൂളൽ ഇടാറുണ്ട്. അപ്പം ഒരു മൂളൽ ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിച്ച് തിരിച്ചിങ്ങോട്ടൊരു മൂളൽ ഇടാറുണ്ട്. എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു അങ്ങനത്തെ രീതിയിൽ. ഓക്കെ, പ്രജതേട്ട നമ്മുടെ കോമഡി മാസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോയാലോ? ഇപ്പൊ റീസെന്റ് നമ്മളിവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. കിടിലോ. ഇതൊക്കെ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു? പ്രാക്ടീസ് അല്ല, എന്നുവെച്ചാൽ സാധാരണ ആൾക്കാർ സിനിമ ഡയലോഗ് അല്ലെങ്കിൽ ലൈവ് ഷോവിന്റെ ഇടയ്ക്കുള്ള ഒരു സ്പീച്ച് ഇതൊക്കെയാണ്. പക്ഷെ ഈ മൂളലൊക്കെ ഒബ്സർവ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു കഴിവ് തന്നെയാണ്. പ്രചോദേട്ടൻ നിങ്ങളുടെ ഒന്നും പൈസ മേടിച്ചിട്ട് തരാതിരിക്കും അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ട്? ഇത്രയും പുറകെ നടന്ന് ഒബ്സർവ് ചെയ്ത് വർത്താനം പറഞ്ഞു. ഇതുപോലെ ഒരുപാട് ഒബ്സർവേഷനിൽ ഇനിയും ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ആരൊക്കെയാണ് നമുക്ക് അടുത്ത കേൾക്കാൻ പറ്റുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം കൂടിയൊക്കെ രഞ്ജി പണിക്കർ. അദ്ദേഹത്തിന്റെ ലൈവായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു പരാജയം നൽകുന്ന ഒരു ഊർജം ഒരു വിജയത്തിന് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. പല ആൾക്കാരും പലതും പറയും, നിനക്കൊന്ന് അങ്ങനെ ചെയ്തുകൂടെ, നിനക്കൊന്ന് ഇങ്ങനെ ചെയ്തുകൂടെ. അവർക്കാർക്കും നമ്മുടെ ഒരു അവസ്ഥയുടെ അന്തരം അത് അറിയില്ല. അടിപൊളി, സൂപ്പർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് നമ്മുടെ രഞ്ജി പണിക്കർ തന്നെ. അദ്ദേഹത്തിന്റെ ഒരു ചിരി വെർഷൻ ഉണ്ട്. അത് 3 ടൈപ്പ് ചിരി വെർഷനാണ് കാണിക്കാൻ പോകുന്നത്. അദ്ദേഹം ഈ മസിൽ അടക്കി പിടിച്ചുള്ള ഒരു ചിരിയുണ്ട്. ഇനി അദ്ദേഹം താല്പര്യമൊന്നും ഇല്ലാതെ ഒരു ചിരിയുണ്ട്. ഇനി അദ്ദേഹം തുറന്ന് ചിരിക്കാറുണ്ട്. അങ്ങനെ ചിരിയിലേക്ക് നമ്മൾ എത്തി. ഇനി അടുത്ത ആരുടെ വോയിസ് ആണ്? അടുത്ത നമ്മുടെ സണ്ണി വേന്റെ വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. നീ ആരാടാ? ഇതിനു മുൻപ് ഇവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. അത് പറ, നീ ആരാടാ? മിണ്ടാതെ വാരം ചൂട്ടി അതായത് മൂലയ്ക്ക് പോയി കിടന്നു. മിണ്ടാതിരിയടാ കിളവോ. ഇതുപോലെ തന്നെ സണ്ണിച്ചന്റെ വേറെ വേർഷൻസ് ഉണ്ടോ? ചിരി, മൂളൽ എന്തെങ്കിലും? സണ്ണിച്ച ഇടയ്ക്ക് ഇന്റർവ്യൂലൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത്. മാനറിസംസ് ഒന്ന് കാണിക്കാം.
അത് കൊള്ളാം കൊള്ളാം. ആ ഇനി നെക്സ്റ്റ് ഐറ്റം. ഇനി അടുത്തായിട്ട് നമ്മുടെ ബിനു പപ്പു, അദ്ദേഹത്തിന്റെ വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അഖില് അഖിലെ ട്രീസ് തന്നെ ഓളെ വീട്ടിൽ പോയിട്ട് 4-5 കൊല്ലായി. ഇടയ്ക്ക് എനക്കെന്നെ തോന്നാറുണ്ട് ഞാൻ ചെയ്ത വല്ലത്തെ ക്രൂരതയായി പോയി. എടാ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് പതുക്കെ നടത്തിയ പോരെ, നിങ്ങളൊക്കെ ചെറിയ പ്രായമല്ലേ. നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുന്ന കോമഡി താരം കൂടിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ ദീപു നാവായിക്കുളം, ദീപു ചേട്ടന്റെ വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ശരി. എന്താ പേരൊന്നുണ്ടേ, നമ്മളില്ല അപ്പുറത്തേ അപ്പുറത്തല്ല മറ്റേ രായന്റെ നിക്കർ കാണാണ്ടേ ഇത് എവിടെ പോകുന്നറിയാം. സംഭവം എന്ന് പറഞ്ഞാൽ ഇവനും ഇവന്റെ കുറെ കൂട്ടുകാരന്മാരും എല്ലാം കൂടെ നമ്മളെല്ലാം മറ്റേ തോറുണ്ടല്ലോ തോറി അവിടെ ഇങ്ങനെ പുല്ല് ഇങ്ങനെ 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 കുളിച്ചോണ്ടിരിക്കുന്നേട്ടെ. അങ്ങനെയാണ് ഇങ്ങനെ നിക്കറെല്ലാം കൂടെ തോട്ടിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന പറഞ്ഞേട്ടെ. നിന്റെ കുഞ്ഞമ്മേരെ മോനല്ല. കൊള്ളാം. ദീപു ചേട്ടൻ നിങ്ങൾ സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ ചില്ലറായിട്ട് തരാം നമുക്ക്? ദീപു ഉറങ്ങുന്നുണ്ട്. ദീപു ഉറങ്ങുന്നത് നൈസ് ജോക്ക്. എന്നാലും ഞാൻ കഴിഞ്ഞിട്ട് പുച്ഛിക്കാതെ ചിരിച്ചു കഴിഞ്ഞിട്ട് പുച്ഛിക്കാതെ. ചിരിച്ചത് എന്റെ ഉള്ളിലുള്ളത്. നൈസ് ജോക്ക് എന്ന് പറഞ്ഞാൽ വിചാരിച്ചോളാം ചളിയാന്ന്, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല വേറെ ഐറ്റം ഞാൻ ചോദിച്ച സീരിയസ് ആയിട്ട് ചില്ലറായിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് തരാം? ഇപ്പൊ ഒരു ലോഡ് ക്യാഷ് ഇറക്കി ദീപു ചേട്ടൻ. ഇനി കഴിഞ്ഞു ചെയ്തൊക്കെ കിടിലുമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സജികുമാർ വന്ന് നിൽക്കുമ്പോ നമ്മൾ വിചാരിക്കും ഭയങ്കര പേടിച്ചാന്ന്. ബാബാ ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ, ഭയങ്കര പേടിച്ചാന്ന്. പക്ഷെ ആദ്യമായിട്ടാണോ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്? അല്ല വേറെ ചെയ്തിട്ടുണ്ട്. ആ വീട്ടിലെല്ലാരും വിനയകുമാർ എന്നാണോ വിളിക്കുന്നത്? സജികുമാർ തന്നെ വിളിക്കുന്നത് ആണ്. ഞാൻ ചെറുതായിട്ടൊന്ന് ചളി അടിച്ചാൽ ഞാൻ തട്ടിക്കളഞ്ഞു. പ്രോത്സാഹിപ്പിച്ചില്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നീ നന്നായി പോയാലോ. അത് കറക്റ്റ്, അങ്ങനെ ചെയ്യരുത് കേട്ടോ. വിനയകുമാർ വളരെ അങ്ങനെ ഒരു നയം എടുത്തിരിക്കുക. പിന്നെ ശരി, ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. ഇനി മുതൽ ഞാൻ ഫുൾ പ്രോത്സാഹനായിരിക്കും. താങ്ക് യു അണ്ണ. നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ പറ്റി ഒന്ന് സംസാരിക്കാം. ഞാൻ പക്രുചേട്ടിൽ നിന്ന് തുടങ്ങുകയാണ്. സജികുമാർ നന്നായി, വെറൈറ്റി ഉണ്ടായിരുന്നു. പറഞ്ഞാൽ പ്രചോദനയൊക്കെ അധികം ആരും അനുകരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രഞ്ജി പണിക്കർ സാറിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദീപുവിന്റെ ശബ്ദമില്ലേ, ദീപുവിനെ മാക്സിമം കുറച്ച് നല്ല ലെങ്തി ഡയലോഗ് നല്ല രസമായിട്ട് അവതരിപ്പിച്ചു. നല്ല സാധ്യതയുള്ള കലാകാരനാണ്. പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് അല്ല. മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ചോദിക്കുന്ന സ്റ്റേജ് പരിപാടികൾക്കൊക്കെ പോകാറുണ്ടോ? സ്റ്റേജ് പ്രോഗ്രാം കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു അതിൻ്റെ എന്താ സ്റ്റേജ് എക്സ്പീരിയൻസിൻ്റെ ഒരു ചെറിയ ഒരു കുറവ് പെർഫോമൻസിൻ്റെ അവിടെ ഇവിടെ ഉണ്ട്. എന്നാൽ ചെയ്തതൊക്കെ നന്നായിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു സജി. നിങ്ങൾ ചെയ്യുന്നത് ചില നല്ല മരുന്ന് വിൽക്കുന്ന ആൾക്കാരൊക്കെ സാമ്പിൾ സൗജന്യം എന്നും പറഞ്ഞൊരു ഇച്ചിരി തരൂല്ലേ, അതുപോലെ നിങ്ങളൊരു ഇച്ചിരിയെ തരുന്നുള്ളൂ. ഞങ്ങൾക്ക് ആ സാമ്പിൾ ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് തരുന്നില്ല. അതിനു മുമ്പ് നിർത്തിക്കളയും അല്ലേ? അതിനു മുമ്പ് നിർത്തുകയാണ്. നല്ല രസമുള്ള ഒബ്സർവേഷൻ ആണ്. ആവശ്യത്തിന് കൊടുത്തു. ദീപു നല്ല നീളമുണ്ട്. ആ സ്കിറ്റ് അവൻ കളിച്ചാന്ന് തോന്നുന്നു. ആ ഡയലോഗ് മുഴുവൻ അറിയാം. ബാക്കി ചിരികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ നല്ല രസമുള്ള കണ്ടുപിടുത്തങ്ങളും ചെയ്ത്തും ഒക്കെയാണ് കേട്ടോ. നല്ല ഫുഡാണ്. താനിനി ഭംഗിയായിട്ട് വിളമ്പും കൂടെ ചെയ്താൽ കുറെ പേർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ സാധിക്കട്ടെ. ഇനിയും തിരിച്ചിങ്ങോട്ടേക്ക് വരാം. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പെർഫോമൻസിലൊക്കെ തരാം. ഓക്കെ, താങ്ക് യു ചേട്ടാ. നമുക്ക് സ്ഥിരം ചെയ്യുന്ന പരിപാടി ഇവിടെ ചെയ്യണം. ചേട്ടൻ വരുന്നു, അവാർഡ് കൊടുക്കുന്നു, കൺഗ്രാറ്റ്സ് പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു, ബ്രേക്ക് പറയുന്നു. സിമ്പിൾ. ഉടമ കൊടുക്കൽ. അതെ. വീട്ടിലായിരിക്കാ ഉള്ളത്? വീട്ടില് അമ്മ, അനിയൻ. രണ്ടുപേരെടുത്ത് ഞങ്ങളുടെ അന്വേഷണമൊക്കെ പറയണം. തീർച്ചയായിട്ടും പറയാം. ഓൾറൈറ്റ്, സജികുമാറിനുള്ള സമ്മാനം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. കൺഗ്രാറ്റുലേഷൻസ്.